പേടിയില്ലടി പറയടി പുറിമ പോടി ഒന്ന് വെച്ചിട്ട് ഉണ്ട് പുണ്ടച്ചി അവരാധികൾ കൂടുതൽ കിടന്നങ്ങ് കുണയ്ക്കല്ലേ. ഇന്ന് വരാൻ പറ്റിയില്ല, രാവിലെ മെസ്സേജ് അയക്കാനും പറ്റിയില്ല. നാളെ നീ വരുമോ? ഇന്ന് ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. എന്താ ഇത്രയും മുമ്പ് ഞങ്ങൾ മുട്ടി നിൽക്കുവാണ്. എനിക്ക് വല്ല വഴിയിൽ കൂടി പോകുന്ന ആരെങ്കിലും പോയി കളിച്ചങ്ങ് തരും, അടിച്ച് കയറ്റി അങ്ങ് തരും. കൂടുതൽ കിടന്ന് കുണയ്ക്കണ്ടെന്ന് പറ കൂടെ ഉള്ള അവളുടെ അടുത്ത് എന്തെങ്കിലും ഊമ്പിത്തരത്തിന് ചെന്നിട്ടാണ് അവൾ കിടന്ന് കുണയ്ക്കുന്നത്. അവളുടെ അടുത്ത് പറ, അങ്ങ് താഴാൻ പറ. ആരായാലും നിൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൂട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. കൂട്ടത്തിൽ കിടന്ന് കുരയ്ക്കല്ലേ മീരെ. ഈ പന്ന തന്തയ്ക്ക് മുന്നേ തായോളി പൂറി മോളെ, നിൻ്റെ അമ്മയുടെ പറയൊരു പൂറിയുടെ മോളെ താഴെ. നിന്നെയൊക്കെ പേടിക്കാനാണെങ്കിൽ പോയി ചത്താൽ മതിയല്ലോ. എന്തെങ്കിലും കടിയോ ഊമ്പിത്തരോ ഉണ്ടെങ്കിൽ വല്ല മുള്ളുവരിക്കിലോട്ട് കയറും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സാമാനം എല്ലാം കൂടി കയറ്റിയിട്ടേ ഇനി തെങ്ങിലോട്ട് കയറിയിട്ട് കൈ പിടി ഒരക്കിയിട്ട്, അല്ലെങ്കിൽ എന്താ തൊണ്ണാൻ വല്ല ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് സാധനത്തിനകത്തോട്ട് ഇടിച്ചിട്ട് പൂറി മോളെ. നീ ഒറ്റത്തന്തയ്ക്കും നീ പല തന്തയ്ക്കുണ്ടായ പന്ന പൂറി മോളെ, പരപൂറി മോള്. നിന്നെപ്പോലുള്ള കോളനികൾ വിളിക്കുമ്പോൾ വരാൻ ഞാനാരാ? നിൻ്റെയൊക്കെ മെറ്റെടുത്ത് കിടക്കുന്നവളാണ്. ഒരു പൊടി പൂറി മക്കളെ, പോ വേശികളെ. പരാതി മക്കളെ കൂടുതൽ കിടന്ന് കുണയ്ക്കല്ലേ. നീമാർക്കുള്ള പണി വരുന്നുണ്ട്, നീമാർ കാത്തിരുന്നോ. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണ് സത്യമായിട്ട് നിന്നെ പണിയിരിക്കും. അല്ലെങ്കിൽ നീ നോക്കിക്കോ, കൂടെ കിടന്ന് കുണയ്ക്കുന്നവളെയും പണിയും. ഞങ്ങളായിട്ട് പണിയത്തില്ല, ഞങ്ങളായിട്ട് ആളുകളെ ഇറക്കി പണിയിക്കൂടി. നീ നോക്കിക്കോ. പെണ്ണാ പോട്ടെ, പെണ്ണുങ്ങളൊന്നും അല്ല, നീമാരൊക്കെ വെറും അപരാധികൾ. സംസാരം കേട്ടാലേ അറിയാം. നിനക്കെന്താടി ഒറ്റയ്ക്ക് കിടന്ന് കുണയ്ക്കാൻ പറ്റില്ല? കൂടെ കിടന്ന് കുണയ്ക്കുന്നവരുടെ അങ്ങ് താഴാൻ പറ ആ മയിരിൻ്റെ അടുത്ത് കേട്ടോ. അത് ഒറ്റയ്ക്ക് കിടന്ന് കുണയ്ക്കടി. എന്താ പേടിയാന്നോ ഒറ്റയ്ക്ക് കിടന്ന് കുണയ്ക്കാൻ? എന്താ അവളെയും കൂട്ടി ആയിരിക്കുമല്ലോ ഇന്ന് വന്നത്. എന്താ നിനക്ക് ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പറഞ്ഞ, അല്ലാതെ കൂട്ടാളികളെയും കൊണ്ട് വന്നിട്ട് വായ്ത്താളം അടിക്കല്ലേ. നിന്റെ താളം അങ്ങ് കുറച്ച് തരാം, നീ വായിനി. കൂട്ടത്തിൽ കിടന്ന് ഒരുപാട് അങ്ങ് കുണയ്ക്കരുത് കേട്ടോ. അതായത് ഒറ്റത്തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ ഒറ്റയ്ക്ക് വരണം, അല്ലാതെ കൂട്ടത്തിൽ കിടന്ന് അതിൻ്റെ ഈ ചാട്ടവാ നീ ചാടുന്നതെന്ന് അറിയാം. എന്തെങ്കിലും അങ്ങോട്ട് മൂഞ്ചാൻ മതി, പ്രശ്നം അവിടെ തീർന്നേ ആ പ്രശ്നം. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടിട്ട് മൂഞ്ചാൻ വന്നു കഴിഞ്ഞാൽ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട. അത്രയ്ക്ക് അങ്ങ് മുമ്പാൻ അങ്ങ് മുട്ടി നിൽക്കുവാണെങ്കിൽ നിൻ്റെ വീട്ടിലായിരിക്കെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അത്രയ്ക്ക് കടി മുന്തിക്കാൻ അങ്ങോട്ട് ഇല്ല. അവർ വേണ്ടെന്ന് വെക്കുമ്പം അങ്ങ് താള പഠിച്ചുകൊണ്ട് അങ്ങ് വരിക. പോട്ടെ നിൽക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ അങ്ങ് വന്നോളും. അത് അവിടെ നിൻ്റെ ആരാണ്ട്. എന്തേടി നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? എൻ്റെ വായടഞ്ഞു പോയി. നിൻ്റെ വീട് എവിടെയാണെന്ന് പറയാം കറക്റ്റ്. ഇതെടുത്ത് ഇട്ടോ, നല്ല സുഖം കിട്ടും ചിലപ്പം. നിനക്കൊക്കെ അല്ലേ പെണ്ണുങ്ങൾ തന്നെ വേണ്ടി വരും. അടുത്തിരിക്കുന്നവരുടെ അടുത്ത് പറയിട്ടേറെ.